ഹായ് ഫ്രണ്ട്. ഓരോ നിമിഷവും പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്നവരാണ് ഓരോ മനുഷ്യരും. നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ്, നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളൊക്കെ എക്സ്റ്റേണലി നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫ് മാത്രം ഇങ്ങനെ? ചുറ്റുമുള്ള ആളുകളെക്കാൾ മോശം അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ആരും എന്താണത് മനസ്സിലാക്കാത്തത്? ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ നിരന്തരം കടന്നു പോകുന്ന ആളാവാം നിങ്ങൾ. നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ തന്നെയാണ് പുറമേ നമ്മൾ ആരാവണം എന്ന് തീരുമാനിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെയുള്ള തോട്ട്സ് നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളിപ്പോൾ വളരെ വീക്കായ മാനസികാവസ്ഥയിലൂടെയായിരിക്കും പോകുന്നുണ്ടാവുക. ഇടവേളകളിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ കൂടി. ഇങ്ങനെയുള്ള ഫീലിങ്സിനെ നമുക്ക് സെൽഫ് പിറ്റി എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ സെൽഫ് പിറ്റിനെസ് ഉണ്ടാവുന്നത്? നിങ്ങളുടെ ബ്രെയിൻ ഒരു കംഫർട്ട് സോണിൽ എത്തിച്ചേരാനാണ് സെൽഫ് പിറ്റിനെസ്സിനെ ഉപയോഗിക്കുന്നത്. എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ, കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെയാണ്, കുറച്ച് മോശമാണ്, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എനിക്കുതകുന്നതല്ല എന്നൊക്കെയുള്ള എക്സ്ക്യൂസുകളാണിത്. ഒരു നെഗറ്റീവ് ഇമോഷനാണിതെങ്കിൽ കൂടെ ഡീപ്പായിട്ട് ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ പല കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോടി ഒരു ഇൻസ്റ്റന്റ് പ്ലഷർ അല്ലെങ്കിൽ കംഫർട്ടാണ് സെൽഫ് പിറ്റിനെസ് തരുന്നത്. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അത് മനസ്സിലാക്കാവുന്നതാണ്. ഈ സെൽഫ് പിറ്റിനെസ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ചെറിയ കാര്യമല്ല. നിങ്ങളുടെ കോൺഫിഡൻസ് കുറയ്ക്കാനും മനസാന്നിധ്യം ഇല്ലാതെയാക്കാനും നിങ്ങളെ വീക്ക് ആക്കാനും ഒക്കെയാണ് ഇത് കാരണമാവുക. എൻ്റെ ലൈഫ് ഭയങ്കര മോശമാണെന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ കമ്പനിയാക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കും. സോ ഇത് റിലേഷൻഷിപ്സിനെയും ബാധിക്കും. ഞാൻ മോശം അവസ്ഥയിലൂടെയാണ് പോകുന്നതെന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ കാണാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല. ചില വഴികളിലൂടെ സെൽഫ് ഫിറ്റ്നസിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. സെൽഫ് ഫിറ്റ്നസ് മാരകമായി നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെയും വെൽ ബീയിങ്ങിനെയും ഡാമേജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതില്ലാതാക്കിയാൽ കിട്ടുന്ന ബെനഫിറ്റ്സും അത്ര തന്നെ വലുതായിരിക്കും. നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് കൂട്ടാനായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ സഹായിക്കുക. സെൽഫ് ഫിറ്റ്നസിനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യത്തെ കാര്യം ഗ്രാറ്റിറ്റ്യൂഡ്. എന്തൊക്കെ നല്ല കാര്യങ്ങളാണോ നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുന്നത് അതിന് നന്ദി പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് നമ്മുടെ ഓവറോൾ ഹാപ്പിനെസ്സിനെയും സാറ്റിസ്ഫാക്ഷനെയും ബൂസ്റ്റ് ചെയ്യുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്നു. നിങ്ങൾ ജേർണലിംഗ് ചെയ്യുന്ന ആളാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാ ദിവസവും നിങ്ങൾ അനുഭവിക്കുന്ന 1-2 നല്ല കാര്യങ്ങൾ എഴുതി വയ്ക്കാം. നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നത് ആരിലാണോ എന്തിലാണോ അതിനോട് നന്ദി പറയാം. ജേർണലിംഗ് ചെയ്യാത്ത ആളാണെങ്കിൽ, അതായത് നിങ്ങൾ ഡയറി പോലെയുള്ള ഹാബിറ്റ്സ് കൊണ്ടു നടക്കുന്ന ആളല്ലെങ്കിൽ കൂടി ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്തു തുടങ്ങാം. നിങ്ങളുടെ ഹാപ്പിനെസ്സും ജീവിതത്തോടുള്ള സാറ്റിസ്ഫാക്ഷനും കൂടുന്നതായിട്ട് മനസ്സിലാക്കാം. സെൽഫ് ഫിറ്റ്നസ് ഇല്ലാതെയാക്കാനുള്ള ഒരു പവർഫുൾ മെത്തേഡും കൂടിയാണിത്. എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്ന കാര്യങ്ങൾ പറയുകയോ മനസ്സിൽ വിചാരിക്കുകയോ എങ്കിലും ചെയ്യാം. ഇനി രണ്ടാമത്തെ മെത്തേഡ്. സെൽഫ് ഫിറ്റ്നസ് നിങ്ങളുടെ മൈൻഡിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അതിൽ നിന്നും ചിന്തകളെ ഡീവിയേറ്റ് ചെയ്യാം. ഫോക്കസ് ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ ലൈഫ് മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ആ ഒരു ചിന്ത തുടരാൻ അനുവദിക്കരുത്. സെൽഫ് പിറ്റി കടന്നു വരുമ്പോൾ തന്നെ മൈൻഡിനെ ഡീവിയേറ്റ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡിന് സ്പേസ് കൊടുക്കാം. ഇത് വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒന്നാണ്. ഓട്ടോമാറ്റിക്കലി ഒരിക്കലും നിങ്ങളുടെ ചിന്തകളിൽ ഗ്രാറ്റിറ്റ്യൂഡ് കടന്നു വരില്ല. സെൽഫ് ഫിറ്റ്നസിന് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സാധ്യത ഉണ്ടാക്കി കൊടുത്താൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് പകരം അതിൽ കുടുങ്ങിക്കിടക്കാനായിരിക്കും കൂടുതൽ സാധ്യത. എൻ്റെ ലൈഫ് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന ചിന്തയിൽ നിന്നും വിട്ടുനിൽക്കുന്നതോടെ നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ ചെറുതാവാം നിങ്ങളുടെ പ്രോബ്ലംസ്. ഒരു റിയാലിറ്റി ചെക്ക് നല്ലതാണ്. ഓവർലി നെഗറ്റീവ് തോട്ട്സിനെ കൂടുതൽ റിയലിസ്റ്റിക് തോട്ട്സ് കൊണ്ട് കവർ ചെയ്യാം. സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിലും ആക്റ്റീവ് പ്രോബ്ലം സോൾവിങ്ങിലും കോൺസെൻട്രേറ്റ് ചെയ്യാം. ഗ്രാറ്റിറ്റ്യൂഡ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൂഡിനെ ചേഞ്ച് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നെങ്കിൽ കൂടി അത് ചെയ്യുക. എല്ലാവരുടെ ലൈഫിലും നമ്മൾ അറിയാത്ത പല പ്രശ്നങ്ങളുണ്ടാകാം. സോ ഡോണ്ട് കമ്പയർ യുവർ ലൈഫ് വിത്ത് അതേഴ്സ്. സോ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യാനുള്ള ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. സോ ഇനി വരുന്ന മൺഡേസിലും മെൻ്റൽ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. വൺ മോർ തിങ്, ഇഫ് യു ചേഞ്ച് യുവർ മൈൻഡ്, യു ചേഞ്ച് യുവർ ലൈഫ്. താങ്ക് യു.